അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് സിനിമ കാണാത്തവരായി വളരെ കുറവാണ്. എല്ലാവരും തന്നെ സിനിമ കാണുന്നുണ്ട്. അത് നമ്മുടെ വീടുകളിലും ഇന്ന് ചാനലുകളിലൂടെയായി ഇന്ന് സിനിമ വരുന്നുമുണ്ട്. പക്ഷെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളുടെ കഥകൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കൂടുതലും ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നായിക മുസ്ലിമും നായകൻ മറ്റു മതക്കാരനുമാണ്. എല്ലാ സിനിമകളിലും അത് മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ കൂടി മറ്റെന്തെങ്കിലും വിധത്തിൽ നായിക മുസ്ലിം ആവുകയും ഒരു പെണ്ണ് മുസ്ലിം ആവുകയും അയാളുടെ ലൈൻ അടിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവായി വരുന്നത് മറ്റു മതക്കാരനുമായുള്ള ഒരു ട്രെൻഡ് ഇന്ന് വളരെയധികം കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തട്ടത്തിൻ മറയത്ത്, മങ്കി പെൻ, ക്ലാസ്മേറ്റ്സ്, അമൃതം, രഘുവിൻ്റെ റസി, അയാളും ഞാനും തമ്മിൽ, അങ്ങനെ വളരെയധികം സിനിമകൾ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നാം ആ ഫിലിം അത് കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്തു എന്ന മട്ടിൽ നമ്മൾ ഒഴിവായി പോണു. പക്ഷെ ഇതിങ്ങനെ തലവയായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ മറ്റു മതക്കാരനുമായിട്ട് ഒരു പ്രണയം, അത് വലിയ വിഷയമൊന്നുമല്ല, അതൊക്കെ ഇങ്ങനെ സിനിമയിലുള്ള പോലെ സോൾവ് ആയിക്കോളും എന്നൊരു തെറ്റിദ്ധാരണ മുസ്ലിം പെൺകുട്ടികളിൽ വളരെയധികം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഹിന്ദു യുവാക്കൾ, ഇത് കണ്ടുവരുന്ന ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ യുവാക്കൾ, അവർ പറയുന്ന അവർക്കിതൊരു ആവേശമായി മാറുകയാണ്. അതിന് അവർ തന്നെ പങ്കുവെക്കുന്നുണ്ട്, മുസ്ലിം സ്ത്രീകളിൽ അവരുടെ വയറ്റിൽ ഹിന്ദുവിൻ്റെ ബീജം വളരട്ടെ എന്ന മുദ്രാവാക്യവുമായി അവർ ഇന്ന് പല രീതിയിലും നമ്മളെ സമീപിക്കുന്ന ഇതിൽ അവർക്കൊരു ആവേശം കൂടിയാണ് ഈ ഇതുപോലുള്ള സിനിമകളും മറ്റും. ഇതിന് മെയിനായിട്ട് കണ്ടത് നമ്മളെല്ലാം വളരെയധികം ഇതായിട്ട് കാണുന്നത് ഇപ്പോൾ ശ്രീനിവാസന്, വിനീത് ശ്രീനിവാസൻ, ഇവരെല്ലാം ക്യാരക്ടർ എടുത്ത് നോക്കും. ഈ സിനിമകളുടെ ക്യാരക്ടർ എടുത്ത് നോക്കും. മുസ്ലിം കഥാപാത്രത്തെ എങ്ങനെ അവഹേളിക്കാമോ അതെല്ലാം ഇവർ പണ്ടുതൊട്ടേ ഇവർ അച്ഛനും മകനും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ ഒരു പെൺകുട്ടികൾക്കും തോന്നി തുടങ്ങും, ഇതെല്ലായിടത്തും ഉള്ള പോലെ എന്ന് കരുതും. അതുപോലെ മറ്റു യുവാക്കൾക്ക് മുസ്ലിം പെൺകുട്ടികളെ ഇപ്പം കണ്ട് തട്ടത്തിൽ മറയത്തെ പെണ്ണിനെ പോലെ ഒരു ട്രെൻഡ് എനിക്കും വേണം, അതുപോലെ ഒരു ലൈന് എന്ന് മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. കാരണം മുസ്ലിം പെൺകുട്ടികളെ ലൈനടിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമകളാണ് വരെ ഇന്ന് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ബലം എന്ന് പറയുന്നിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നേയില്ല. ഇതിൻ്റെ എല്ലാം ഫലം എന്ന് പറയുന്നത് ഇന്ന് പല രീതിയിലായിട്ട് പലയിടത്തായിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ പല RSSകാരനും മറ്റവരെ പിടിച്ചതായിട്ടും പല പല വാർത്തകൾ കടത്തിക്കൊണ്ട് പോകണം, വീട്ടമ്മേനെ വരെ കടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ലൈൻ അടിച്ച് പല പ്രലോഭനങ്ങളിൽ വഴങ്ങി ഗൾഫുകാരൻ്റെ ഭാര്യയായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇറക്കിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയും കണ്ടുവരുന്നുണ്ട്. ഇതിനെതിരെ നാം ഒന്ന് ജാഗ്രത പാലിക്കണം. അതിന് വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ സുരക്ഷ കൊടുക്കുക, ഇതുപോലുള്ള സിനിമകളിലേക്കുള്ള പിന്നീടുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ച് ബോധവാനാവുക, അവരെയും ബോധവാന്മാരിക്കുക. അള്ളാഹു എല്ലാവരെയും ഹൈറിലാക്കി കാത്തിരക്ഷിക്കട്ടെ. ആമീൻ.